ബഹിരാകാശ വിഷയങ്ങൾക്കായി സുപ്രീം സ്പേസ് കൗൺസിലിന് രൂപം നൽകി UAE. ദുബൈ കിരീടാവകാശി ഷെയ്ഖ് ഹംദാന്റെ നേതൃത്വത്തിലാണ് കൗൺസിൽ. മന്ത്രിസഭയ്ക്കാണ് കൗൺസിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ബഹിരാകാശ മേഖലയിലെ നിക്ഷേപം, ഏറ്റെടുക്കൽ, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നയരൂപവൽക്കരണമാണ് കൗൺസിലിന്റെ പ്രധാന ചുമതല. നാസയുടെ ഗേറ്റ്വേ അടക്കം നിരവധി ബഹിരാകാശ പദ്ധതികളിൽ UAE പങ്കാളികളാകുന്ന സാഹചര്യത്തിലാണ് പുതിയ സമിതിക്ക് ഗവൺമെന്റ് രൂപം നൽകിയത്. ഏതാനും വർഷങ്ങൾക്കിടെ ബഹിരാകാശ ഗവേഷണ മേഖലയിൽ വൻ കുതിപ്പാണ് UAE നടത്തിയിട്ടുള്ളത്. 2021 ചൊവ്വ ദൗത്യമായ ഹോപ്പ് പ്രോബിന്റെ വിജയകരമായ വിക്ഷേപണം UAEയുടെ സ്പേസ് പദ്ധതികളിലെ നാഴികക്കല്ലായിരുന്നു. ഹസ്സ അൽ മസൂരിയുടെയും ഡോക്ടർ സുൽത്താൻ അൽ നയാദിയുടെയും ബഹിരാകാശ സഞ്ചാരങ്ങൾ രാജ്യത്തെ കൂടുതൽ സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ചു. നോറ അൽ മത്രൂഷിയും മുഹമ്മദ് അൽ മുല്ലയും ഹൂസ്റ്റണിലെ നാസ സ്പേസ് സെന്ററിൽ ബഹിരാകാശ യാത്രക്കുള്ള തയ്യാറെടുപ്പിലാണിപ്പോൾ. തദ്ദേശീയമായി വികസിപ്പിക്കുന്ന ഭൗമനിരീക്ഷണ ഉപഗ്രഹമായ എംബിസൈഡ് സാറ്റ് ഈ മാസം വിക്ഷേപിക്കാനിരിക്കുകയാണ് UAE. മുഹമ്മദ് ബിൻ റാഷിദ് ബഹിരാകാശ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞരും എഞ്ചിനീയർമാരുമാണ് ഉപഗ്രഹത്തിന്റെ പിന്നണിയിലുള്ളത്. UAEയുടെ 4ാമത്തെ ഭൗമനിരീക്ഷണ ഉപഗ്രഹമാണ് എംബിസൈഡ് സാറ്റ്. സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിലാകും ഉപഗ്രഹത്തിന്റെ വിക്ഷേപണം. പരിസ്ഥിതി നിരീക്ഷണം, ദുരന്ത നിവാരണം, നാവിഗേഷൻ, കാർഷിക വികസനം തുടങ്ങിയ ആവശ്യങ്ങൾക്കാണ് ഉപഗ്രഹം നൽകുന്ന ഡാറ്റ പ്രധാനമായും ഉപയോഗിക്കുക. മീഡിയ 1 ദുബായ്.